ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പേർ മിനിസ്ട്രിയിൽ നിന്ന്. കടബാധ്യത എന്ന് പറഞ്ഞ ഒരു ഭയങ്കര കെട്ടാണ്. എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ ബാല്യ കൗമാര കാലഘട്ടങ്ങളിലൊക്കെ ഞങ്ങളുടെ കുടുംബം അപ്പൻ്റെ ബിസിനസ്സൊക്കെ തകർന്ന് കടബാധ്യതയിൽ തിങ്ങി പുറത്തോട്ട് ഇറങ്ങാനും വയ്യ, അകത്തോട്ട് കയറാനും വയ്യ. കടക്കാർ വെറുതെ വിടുവോ? ഒരു മയം ഇല്ലാത്ത അവസ്ഥ. പട്ടിണിയാണെങ്കിലും കയറി കിടന്ന് കിടക്കാൻ സ്ഥലമുണ്ടെങ്കിലും. പക്ഷേ കടബാധ്യത എന്ന് പറഞ്ഞാൽ ക്യാൻസറിനേക്കാൾ കഷ്ടമാണ്. ഇതുപോലെ പലരും പ്രാർത്ഥിക്കാൻ വരാറുണ്ട്, വിളിക്കാറുണ്ട്. 5 കോടി കടം, 15 കോടി കടം, ചില്ലറയെന്ന് പറഞ്ഞാൽ 4 കോടി കടം. പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളത് കരഞ്ഞുകൊണ്ട് നടക്കുന്നതും മരിക്കണമെന്നും പറഞ്ഞു നടന്നതും മരിക്കാൻ നോക്കിയത് 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷം. 5 കോടിയും 4 കോടിയും 2 കോടിയും കടമുള്ളവൻ അതിഞ്ഞ് നോക്കിയിട്ട് കാര്യമില്ലെന്നും പറഞ്ഞു നടക്കാം. പക്ഷെ പ്രാർത്ഥനയിലൂടെ ഒത്തിരി അത്ഭുതങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതിന് സഹായമായ വചനം 2 വചനം പറഞ്ഞു തരികയാണ്. ഒന്ന് വെളിപാട് 7:12. നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആമേൻ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും കർത്താവിന്. ഇതാ കടം എനിക്ക് തന്നവരുടെ മേൽ കർത്താവിന് മഹത്വവും സ്തോത്രവും ബഹുമാനവും ഉണ്ടായിട്ട് ഞാൻ കൊടുക്കാനുള്ളവരുടെ മേൽ, എൻ്റെ അടഞ്ഞു കിടക്കുന്ന വഴികളുടെ മേൽ, എൻ്റെ സാമ്പത്തിക മേഖലയിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ തടസ്സങ്ങളുടെ മേലും തുറന്നു കിട്ടുന്ന വഴികളുടെ മേൽ ആമേൻ, മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും കർത്താവിന്. അടുത്ത വചനം, ജീവിക്കണ്ടെന്ന് തോന്നിയവരും മരിക്കാൻ നോക്കിയവരും മരിച്ച് ഇഞ്ചിഞ്ചായിട്ട് ജീവിക്കുന്നവരുണ്ട്. അതൊന്നും അതിനൊരു പരിഹാരമല്ല കേട്ടാ. ഞങ്ങളെല്ലാം ദൈവം നിധി കിട്ടിയെന്നും പറഞ്ഞ് അവസാനം പള്ളിയിൽ വരെയും പോയി സ്വൈര്യക്കേട് കൊടുത്തിട്ട് അച്ഛൻ കാണാനായിട്ട് വിളിപ്പിച്ചു. അതുപോലെ ദൈവം വചനത്തിൽ കൂടെ ജീവിക്കാൻ തുടങ്ങിയപ്പോൾ മാറ്റം തന്നു. ഇതാ ഞങ്ങൾക്ക് കിട്ടാനുള്ളതായിരുന്നിട്ട് പോലും യേശുവിൻ്റെ നാമത്തിൽ തല്ലുപിടിച്ചിട്ടും വഴക്കുണ്ടാക്കിയിട്ടും കേസ് കൊടുത്തിട്ടും കാര്യമില്ല. യേശുവിൻ്റെ നാമത്തിൽ എന്നേക്കാട്ടും ഉപേക്ഷിച്ചു പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ വിചാരിക്കാത്ത വഴികളിൽ കൂടെ ദൈവം ഒരുക്കി തന്നു. എത്ര പണിയെടുത്താലും ഒരുമിച്ച് കൂടാത്ത ഉപകാരമില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിനു പകരം തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റുന്ന പോലത്തെ ഒരു കാലഘട്ടം അവസ്ഥയും തന്നു. ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ്. സ്വയം വെറുപ്പുള്ളവരുണ്ട്, ചത്താമതി മതി, എന്തിനായി ഭൂമിയിൽ ജീവിക്കുന്നത്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നുള്ള ചിന്ത. അത് ഒരു ഗുണപ്രദമല്ല. പ്രാർത്ഥിച്ചിട്ടും അതും വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യും, അതും വെച്ചുകൊണ്ട് അത് പാടില്ല കേട്ടോ. അപ്പോൾ ഈ വചനം പുറപ്പാടിൻ്റെ പുസ്തകം 9:16 വാക്യം, എൻ്റെ ശക്തി നിനക്ക് കാണിച്ചു തരാനും അങ്ങനെ എൻ്റെ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടാനും വേണ്ടിയാണ് ഞാൻ നിന്നെ ജീവിക്കാൻ അനുവദിച്ചത്. അനുഗ്രഹങ്ങളുടെ, അത്ഭുതങ്ങളുടെ, സമൃദ്ധിയുടെ ഒരു കാലഘട്ടം മുന്നിലുണ്ട്. ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയും കാലമുണ്ടതോർക്കണം. കവിളിലൂടൊഴുകുന്ന കണ്ണീരിനപ്പുറം